ഹേ സിനിഫൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ആട് 3 പറ്റിയാണ്. സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഇന്ന് മുതൽ, അതായത് 11/11 വരുന്നതായിരിക്കും. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ ആട് 3 എന്തായാലും മാർച്ച് 19 ഏകദേശം എടുക്കാറായുള്ളൂ. ഇനി ഒരു 1.5 മന്തൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആട് 3 ക്യാരക്ടർ പോസ്റ്റേഴ്സ് വരട്ടെ. ഇനി അടുത്ത അതുപോലെ തന്നെ പാട്രിയോട്ട് സിനിമയുടെ അപ്ഡേറ്റ് ഇതേപോലെ തന്നെയാണ്. ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഇന്നേ ദിവസം മുതൽ വന്നു തുടങ്ങും. കൃത്യമായിട്ടുള്ള ടൈമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ആരുടെയാണ് വരാൻ പോണതെന്ന് ഓൾറെഡി അവർ ക്യാരക്ടേഴ്സിനൊക്കെ, അതായത് പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ടീച്ചറിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ ഇനി പുതിയ ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും അതിനൊക്കെ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഷാറൂഖ് ഖാൻ അഭിനയിക്കുന്ന ചിത്രമാണല്ലോ കിങ്. സിനിമയുടെ റിലീസ് തീയതി ഇന്നലെ പ്രഖ്യാപിച്ചു. അതായത് ഈ വരുന്ന ഡിസംബർ 24 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്തായാലും ഒരു വൻ പൊളി സിനിമ തന്നെ ആവട്ടെ. ഈ വർഷം തുടങ്ങിയോടെ നമ്മുടെ മമ്മൂക്കയ്ക്ക് ചെറിയൊരു ബാഡ് ന്യൂസുകളാണ് മിക്കതും. ചത്താ ബച്ചയിൽ ഇപ്പോൾ ക്യാമിയോ മോശമായെന്ന് കേൾക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിലും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. പിന്നെ അത് ഇപ്പോൾ ഖാലിദ് റഹ്മാൻ ചിത്രം അങ്ങനെ ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അതായത് നമ്മുടെ ഖാലിദ് റഹ്മാൻ, മമ്മൂട്ടി, ഷാരൂഖ് മുഹമ്മദ്, അതായത് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്, ഇവർ 3 പേരും അങ്ങനെ സെപ്പറേറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇത് ഒഫീഷ്യൽ വാർത്ത തന്നെയാണ്. കാരണം നമ്മുടെ ഷാരൂഖ് മുഹമ്മദ് ചെറിയ ഹിൻറ്റും തന്നായിരുന്നു. അതായത് സിനിമ പറയുകയാണെങ്കിൽ നമ്മുടെ മമ്മൂട്ടിയും ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റും ആയിട്ടുള്ളൊരു സിനിമ വരും. അതുപോലെ തന്നെ മമ്മൂട്ടിയും ഖാലിദ് റഹ്മാനുമായിട്ടുള്ള സിനിമയും വരും. പക്ഷേ ഇവർ 3 പേരും ഒരുമിച്ചൊരു ചിത്രം ഇപ്പോൾ തൽക്കാലം സംഭവിക്കുന്നില്ല. അത് ഡ്രോപ്പായെന്നാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ ചിത്രം അത് ആ ഒരു കഥയിൽ പോകും. നമ്മുടെ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റിന് മറ്റൊരു കഥയായിട്ടും വരും. അപ്പോൾ എന്തായാലും ചിലപ്പോൾ ഈ തീരുമാനം നല്ലതായിരിക്കാം. അല്ലെങ്കിൽ എന്തായാലും നമ്മുടെ മമ്മൂക്കയുടെ ആരാധകർക്ക് ഇത് ചെറിയൊരു ബാഡ് ന്യൂസ് തന്നെയാണ്. ഈ വരുന്ന വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് നമ്മുടെ മാത്യു തോമസിൻ്റെ ഒരു ചിത്രം വരുന്നുണ്ട്. സുഖമാണോ സുഖമാണ്. പിന്നെ ദേവികയുണ്ട്. ഫെയറായിട്ടൊരു റോംകോ പടമാണ്. ഈ വരുന്ന ഫെബ്രുവരി 13 റിലീസ് ചെയ്യുന്നത്. വിജയ് ദേവരക്കൊണ്ടയുടെ വീടി 14 എന്ന താൽക്കാലികമായിരുന്ന ചിത്രത്തിനൊരു പേര് വരികയാണ്. ഈ വരുന്ന 26 സിനിമയുടെ, അതായത് ഈ വരുന്ന തിങ്കളാഴ്ച റിപ്പബ്ലിക് ഡേ പ്രമാണിച്ചാണ് സിനിമയുടെ പേര് പുറത്തു വരിക. അപ്പോൾ എന്തായാലും നമ്മുടെ രാഹുലാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സിനിമ നല്ലൊരു സിനിമ തന്നെ ആവട്ടെ. ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.